വെൽക്കം ടു വ്ളോഗ് ടെയിൽസ്. അപ്പോൾ ഇന്നൊരു ഹാപ്പി ഡേ ആണ്. എൻ്റെ ബ്രദറിൻ്റെ വൈഫും കുഞ്ഞും നാട്ടിൽ നിന്ന് UK വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇത് കൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് വാവയ്ക്ക് എന്തെങ്കിലും കാറോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് അവന് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് വന്നില്ലെങ്കിലോ അങ്ങനെയുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാർ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്തിങ്ങനെ നിൽക്കുകയാണ്. ടെർമിനൽ 4 അവർ വരുന്നത്. അപ്പോൾ ടെർമിനൽ 4 ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തി ഗൈസ്. എയർപോർട്ട് എത്തിയപ്പോൾ തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചേച്ചീനെ വിളിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ അവരെത്തുന്നുണ്ട്. ചേട്ടനും എക്സൈറ്റഡ് ആണ്. അവരിപ്പോൾ പുറത്തോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. വാവേനെ കാണാമല്ലോ. അവനെങ്ങനെയായിരുന്നു അവൻ്റെ യാത്ര, അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഫ്ലൈറ്റിൻ്റെ. അങ്ങനെ അവരെത്തിയിരിക്കുന്നു ഗൈസ്. രണ്ടുപേരെയും കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചാളിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇമോഷൻസ് ആയിരുന്നു അപ്പോഴുണ്ടായത്. ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ്. വാവ നല്ല ഹാപ്പി ആയിരുന്നു. അവൻ ഓക്കെ ആയിരുന്നെന്ന് പറഞ്ഞു ഫ്ലൈറ്റിൽ. അങ്ങനെ അവനെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും അവന് മാറിയും തിരിഞ്ഞും എടുക്കുന്നുണ്ടായിരുന്നു. അവൻ ഇതെന്താണ് സംഭവിക്കുന്നത്, ഇതാരൊക്കെയാണ് എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ വെച്ച് തന്നെ കുറേ നേരം അവനായിട്ട് കളിച്ച്. കാരണം ഞങ്ങൾ തമ്മിൽ താമസിക്കുന്ന ദൂരം ഒത്തിരി ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈം മാത്രമേ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അവരുടെ വീട്ടിലോട്ട് പോവും. അത് ഞാൻ താമസിക്കുന്നിടത്തൊരു 5 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ എനിക്ക് അവനെ പിന്നീട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ മാക്സിമം അവനുമായിട്ട് ആ ടൈം സ്പെൻഡ് ചെയ്തു. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. അവൻ നടക്കുന്നതൊക്കെ നേരിട്ട് കണ്ടതിന് അപ്പോഴാണ്. അങ്ങനെ ഒത്തിരി നേരം വാവയുടെ കൂടെ സ്പെൻഡ് ചെയ്ത് എനിക്ക് അവനെ വിടാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടനും ദിവ്യേച്ചിയും വാവിയും കുറേ നാൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. ചേട്ടനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വാവിനെ കണ്ടിട്ട്. പക്ഷെ അവനങ്ങനെ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാൾ കാണാത്തതിൻ്റെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് കൊടുക്കുകയായിരുന്നു. അവർക്ക് വിഷമമാണെങ്കിൽ ഞങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു. കാരണം ഇനി ഞങ്ങൾക്ക് വാവേനെ എപ്പോഴും കാണാമല്ലോ. പക്ഷെ അമ്മയ്ക്കൊക്കെ ഇനി കാണാൻ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കാർ പാർക്കിങ്ങിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കാറിനകത്ത് കയറിയപ്പോൾ ആൾ കാർ സീറ്റിലൊന്നും ഇരിക്കൂല. അവൻ യൂസ്ഡ് അല്ലല്ലോ. അതുകൊണ്ട് അവൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വരെയായിരുന്നു അവർ. ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. കാരണം ചേട്ടൻ എങ്ങനെ ഒരു സഞ്ചി സാധനം നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ചതും കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വാവയ്ക്കും ചേട്ടന്മാർക്കും ചേച്ചിക്കൊക്കെ ബൈ ഒക്കെ പറഞ്ഞു ഞങ്ങളങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.